ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 24 എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ള എപ്പിസോഡായിരുന്നു. അനുവും ജിസേലും തമ്മിലുള്ള വലിയൊരടി. അത് കഴിഞ്ഞിട്ട് നെവിൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോന്നു. പിന്നെ ഭയങ്കര സംഭവബഹുലമായിരുന്നു. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മറ്റേ തലേദിവസത്തെ മറ്റേ പണിപ്പുര ടാസ്ക് റിലേറ്റഡുള്ള ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആക്ടിവിറ്റി റൂമിൽ അവർ കുപ്പി ഫ്ലിപ്പ് ചെയ്യുന്നതും 4 ടാസ്കുകളും ചെയ്യുന്നതൊക്കെയാണ് അവർ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ഡാൻസ്, പിന്നെ നമ്മുടെ രാവിലെ മോർണിംഗ് ഡാൻസ് എല്ലാവരും കളിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദില, നൂറ, അനു, ശൈത്യ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ജിസയിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഫുഡ് എടുത്ത് തന്നെ നെവിനെ അടുത്ത് പോയി വഴക്ക് പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഫുഡ് കൊടുത്തു, ആക്ടിവിറ്റിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞില്ല. അതിനെപ്പറ്റിയാണെന്നുണ്ടെങ്കിൽ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെവിനാണെന്നുണ്ടെങ്കിൽ നെവിനെ പറ്റിയും അവർ കുറ്റം പറയുന്നുണ്ട്. ഒരു വടി കിട്ടുമ്പോൾ അടിക്കണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പണിപ്പുര ആക്ടിവിറ്റി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ ടാസ്കിൻ്റെ ടൈം കഴിഞ്ഞെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ തിരിച്ചവരോട് വീട്ടിലകത്ത് കയറാൻ പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നെവിനും ജിസയിലും കൂടെ മറ്റേ ഇന്നത്തെ ആക്ടിവിറ്റിക്ക് വേണ്ടി, അതായത് നമ്മുടെ സ്വേച്ഛാധിപതി ടാസ്കിൻ്റെ ബാക്കിയായിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടി പറയാണ്. അതായത് ഇന്ന് ഫുൾ ടോർച്ചറിങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഡായിട്ട് നിൽക്കണം എന്നൊക്കെ ജിസയിലിനോട് പറയുന്നുണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ പോയി ഷാനവാസിനോട് പറയുന്നുണ്ട്, സർ മാഡം എന്നായിരിക്കണം ഇന്ന് ഞങ്ങളെ വിളിക്കേണ്ടതെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അനുവും ജിസയിലും തമ്മിൽ മറ്റേ കിച്ചണിൽ നിന്നിട്ട് ഒരു ഭക്ഷണത്തിൻ്റെ പേരിലൊരു വഴക്കുണ്ടാകുന്നുണ്ട്. നിന്നെ തൊടാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട്. അതായത് ബർഗറിൻ്റെ കേസ് എന്തോ പറഞ്ഞിട്ടാണ് അവർ തമ്മിലുള്ളത്. അതായത് തലേദിവസം ഇവർക്ക് കിട്ടിയാലോ, സ്വേച്ഛാധിപതികൾക്ക് ബർഗറൊക്കെ കിട്ടിയല്ലോ, അപ്പോൾ നിൻ്റെ സാധനമൊന്നും എനിക്ക് വേണ്ടാന്നൊക്കെയുള്ള രീതിയിൽ അനു പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നേരം അനു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അടുത്ത പറയുന്നുണ്ട്, നീയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റൂൾ തെറ്റിച്ച് ലിപ്സ്റ്റിക് റെനയുടെ ലിപ്സ്റ്റിക് എടുത്ത് യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയുന്നത്. അനു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അവിടെ പോയിട്ട് ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് ജിസേലിൻ്റെ ചുണ്ടയിൽ ഇങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് തന്നെയാണ് ഉരച്ചത്. അപ്പോൾ ജിസേൽ പിടിച്ച് തള്ളുകയും ചെയ്തു. അപ്പോൾ രണ്ട് ഭാഗത്ത് നല്ല തെറ്റുണ്ട്. അനു അങ്ങനെ ചെയ്യുന്നത്, അതായത് അനു പറയുന്നത് ചെറുതായിട്ട് തൂത്തേന്നുള്ള അല്ല, പക്ഷേ നമ്മൾ വിഷയം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ലതായിട്ട് അമർത്തി ഒരു തുടയ്ക്കാതെ. അപ്പം ജിസേൽ നല്ലതായിട്ട് പിടിച്ച് തള്ളുകയും ചെയ്തു. അപ്പോൾ ഇതിനെന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടപടി രണ്ടുപേർക്കും കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഒരാളുടെ ഭാഗം മാത്രം ശരിയാണ്, മറ്റേ ഭാഗം നമ്മളിപ്പം കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അനുമോൾ തൊട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടപടി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇത് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഭയങ്കര വഴക്കുണ്ടാകുന്നു. ഷാനവാസ് പറയുന്നു രണ്ടുപേരും ചെയ്ത് തെറ്റാണ്, അനു ടച്ച് ചെയ്തത് അവരുടെ അനുവാദമില്ലാതെ ടച്ച് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അനുവിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജിസയിൽ പോയി അന്നേരം കംപ്ലയിൻറ്റ് ചെയ്യുന്നു. എന്താ ബിഗ് ബോസിനോട് പറഞ്ഞു, എനിക്കിത് എൻ്റെ അനുവാദമില്ലാതെ എന്നെ ടച്ച് ചെയ്യുന്നു, ദിസ് ഇസ് സെക്കൻഡ് ടൈം അനു ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നെവിനും അനുവും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നു. അപ്പം അനീ ഷാനവാസ് എല്ലാവരും അതിനകത്തിൽ കയറി ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തെ തൊട്ടത് ശരിയായില്ല എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അനു പറയുന്നുണ്ട്, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, അവിടെ പോയി തൊട്ടതേ ഉള്ളൂ എന്ന്. ജിസേൽ പറയുന്നുണ്ട്, അല്ല തൊട്ടേ അല്ല, നീ നന്നായിട്ട് തന്നെ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഷാനവാസ് അനുവിനോട് പറഞ്ഞു, അവൾ സ്വേച്ഛാധിപതി, അവൾക്ക് എങ്ങനെ വേണമെങ്കിൽ അവൾ റൂൾ തെറ്റിച്ചോ ഇല്ലയോ, അവൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ചെയ്യാമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം അതിനകത്തിൽ നീ എന്തിനത് പിടിക്കാൻ പോയെന്നൊക്കെ ഷാനവാസ് അനുവിനോട് ചോദിക്കുന്നുണ്ട്. പിന്നെ അക്ബറും അനുവും ഇതിൻ്റെ പേരിൽ വീണ്ടും വഴക്കുന്നു. ജിസേൽ വീണ്ടും പോയി ക്യാമറ എടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. ജിസേൽ പിന്നെ കരയുന്നുണ്ട് ഒരു സൈഡിൽ കൂടി ഇരുന്ന്. അപ്പോൾ ഇത് പിന്നെ നെവിൻ അങ്ങ് ഏറ്റെടുക്കുന്നുണ്ട്. നെവിനാണെന്നുണ്ടെങ്കിൽ അനുവിനെ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന മരപ്പാവയാണ്, എന്തോ അവളാണെന്നുണ്ടെങ്കിൽ അനു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ബിഗ് ബോസ് എന്തോ അനുവിനെയാണെന്നുണ്ടെങ്കിൽ അനുവിനെതിരെ നടപടി എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കിട്ടിയെന്നൊക്കെ നെവിൻ അവിടെ പറയുന്നുണ്ട്. പിന്നെ അപ്പാന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് അല്ല, അന്നേരം അപ്പനെ ആദ്യം വന്നത്. അപ്പാന് ബിഗ് ബോസിനോട് പറഞ്ഞ് ഇവിടെ വലിയ വഴക്കുണ്ടാക്കി, അനു അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. ജിസേലിൻ്റെ വായിൽ ചുണ്ടൽ ഇങ്ങനെ പിടിച്ചു. അപ്പം ജിസേൽ തള്ളി. അപ്പോൾ ഒന്ന് പറയാൻ വന്നപ്പോൾ നെവി പറഞ്ഞിട്ട് വന്നിട്ട് എന്തോ അനുമോൾക്ക് മാത്രം സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നുമില്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ അനുവിനെ പുറത്താക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പറയുന്നുണ്ട്. ജിസേൽ പിന്നെ കരയുകയാണ് സ്റ്റില്ല. പിന്നെ അനു നെവിനും തമ്മിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ആദിലയും നൂറ ഇതിനകത്തുള്ള നെവിനുമായിട്ട് അഥവാ ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നു. അനുമോൾ ഇങ്ങനെ തെണ്ടിത്തരം കാണിച്ച് കിടക്കുക, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവൾക്കെതിരെ നടപടി എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അഥവാ ഈ വരുന്ന എല്ലാ എലിമിനേഷൻ ടാസ്കിലും അവളെ എല്ലാ വീക്കെൻഡ് എലിമിനേഷൻ്റെ ഇവിടെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നുണ്ട്. അപ്പം അതിലെ നൂറ് ഇവനെ പ്രൊവോക്ക്, നീ പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ
അനുവാണെന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ജിസേൽ കരയുന്നത് കള്ളക്കരച്ചിൽ, ഞാൻ ഇങ്ങനെയൊന്നും കരയത്തില്ല, ജിസേൽ കരയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുള്ള് കരഞ്ഞുകൊണ്ടിരുന്ന ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരുന്ന അനുവാണ് ഇപ്പം പറയുന്നത് മറ്റേ ജിസേലിൻ്റെ കരച്ചിൽ വന്നപ്പോഴത്തെ കള്ളക്കരച്ചിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഭിലാഷ് ജിസേലും ഷാനവാസും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് എൻ്റെ ചുണ്ടി തൊടുന്ന ഇഷ്ടമല്ല, ഇവൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ സെക്കൻഡ് ടൈം ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്തും ജിസേൽ പറയുന്നുണ്ട്, അഭിലാഷിൻ്റെ അടുത്തും പറയുന്നുണ്ട്. പിന്നെ അനു എന്നിട്ട് പറയാം, അവളുടെ കൂടെ ജിസേലിൻ്റെ കൂടെ കള്ളക്കരച്ചിൽ കാണാനൊന്നും ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ അനു പറയുന്നത്. ആരാ ഇത്രയും ദിവസം കരഞ്ഞിട്ടുണ്ടെന്ന് അനുവാണ് ഈ പറയുന്നതെന്നുള്ള ഓർക്കണം. അത് കഴിഞ്ഞിട്ട് അനു, ആദില, നൂറ, ശക്തി എല്ലാം കൂടെ നിന്നിട്ട് അപ്പോൾ അനുവാണ് പറയുന്നത് ഇങ്ങനെ അടിച്ച് കളിക്കുന്ന പോലെ മുഖത്തിങ്ങനെ അടിച്ച് അനുവിൻ്റെ ആദിലിങ്ങനെ പറഞ്ഞിട്ട് അടിച്ച് കളിക്കുന്നു. അപ്പോൾ ജിസേൽ ഇതിനോട് ദേഷ്യം വന്നു. ആദിലോട് പറയുന്നു, നീ ഗുഡ് ടച്ചിനെ പറ്റിയും ബാഡ് ടച്ചിനെ പറ്റിയൊക്കെ പറയുന്നത് നീ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവളുടെ കൂടെ കൂടിയിട്ട് ഇത് ചെയ്യുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ജിസേലാണ് ആദിലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ തലേദിവസം വൈകുന്നേരം മറ്റേ അടിമകൾക്കുള്ള ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് അനീഷോ ടാസ്ക് ചെയ്യാതെ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് നെവിൻ്റെ അടുത്ത് അക്ബറും മറ്റേ ടീമുകളെല്ലാം റെനയും എല്ലാം കൂടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നുണ്ടെങ്കിൽ അനീഷ് പറയുന്നുണ്ട്, ഈ ആര്യൻ കാരണമാണ് എന്നോട് പോകാൻ പറഞ്ഞു, ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു, അതുകൊണ്ടാണ് എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, ഞാനും മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, നിന്നോട് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിവിങ് റൂമിൽ എല്ലാവരും കൂടി ഇരിക്കുന്നു. അപ്പം ബിഗ് ബോസ് ഒനീലിൻ്റെ ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നു, ബിഗ് ബോസിൻ്റെ മറ്റ് സീസണുകളൊക്കെ വെച്ചിട്ട് കഠിനമായിട്ടുള്ള സീസണാണിത്. ഇത് നിങ്ങൾ വെറും ഒരു TV ഷോയാണ്. അപ്പോൾ ഇതിന് പുറത്ത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. അപ്പം ശാരീരികമായ ആക്രമണം ഇവിടെ ഒട്ടും പറ്റില്ല, അതിന് നടപടി എടുക്കാൻ നിർബന്ധിതരാണ്. അപ്പം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതിനുള്ള നടപടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്നിട്ട് ജിസേലും അനുമോളിനെയും കൺഫെഷൻ റൂമിലോട്ട് വരിക എന്ന് പറയുന്നു. അപ്പോൾ അവരങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അപ്പം അവർ പോകുന്ന സമയത്ത് ആദിലനൂറാണെങ്കിൽ നെവിനെയാണ് നല്ല പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. തൻ്റെ ഉണ്ട്, നീ അല്ലേ പറഞ്ഞത് പുറത്ത് വന്ന് നിനക്ക് തൻ്റെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കൺഫെഷൻ റൂമിൽ അനുവും ജിസയിലും അങ്ങോട്ടും ഇങ്ങോട്ടും റൂൾസ് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയും. അനുവോട് പറയും റൂൾസ് ബ്രേക്ക് ചെയ്തതായി പോയി. അപ്പം ഞാൻ ഒന്ന് പോയി ജസ്റ്റ് ടിഷ്യൂ കൊണ്ടുള്ളൂ. അപ്പം അന്നേരം ജിസേലിൽ പറഞ്ഞാൽ അല്ല, ജസ്റ്റ് തൊടുവെന്നല്ല ചെയ്തത്, അഗ്രസീവായിട്ട് തന്നെയാണ് ടച്ച് ചെയ്തത്. അപ്പം ലാസ്റ്റിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞു സംസാരിക്കും. അപ്പം ലാസ്റ്റ് ബിഗ് ബോസ് പറയുന്നുണ്ട്, രണ്ടുപേരെയും ഭാഗത്ത് തെറ്റുണ്ട്, നടപടിക്രമങ്ങളൊക്കെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഇത് പറഞ്ഞിട്ട് അനു എന്നിട്ട് സോറി പറയുന്നുണ്ട് അന്നേരം ജിസേൽ. അപ്പം ജിസേൽ പറഞ്ഞു, എനിക്ക് ഇവിടെ വന്നിട്ട് സോറി ഇല്ല, എല്ലാവരും മുന്നേ വെച്ചിട്ട് സോറി നീ പറഞ്ഞില്ലല്ലോ, അപ്പം നിനക്ക് ആത്മാർത്ഥമായിട്ട് പറയില്ല, ഇതിപ്പോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പേരൻറ് സോറി പറയുന്നത്, എനിക്ക് അങ്ങനെയുള്ള സോറി വേണ്ട, എനിക്ക് എല്ലാവരും മുന്നേ വെച്ചിട്ട് സോറി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലോട് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നിട്ട് പിന്നെ ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് നടപടി തീർച്ചയായും ഉണ്ടാവുമെന്ന് പിന്നെയും ബിഗ് ബോസ് പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ബിഗ് ബോസ് നെവിനെ എന്നിട്ട് എല്ലാവരും വീണ്ടും ലിവിംഗ് റൂമിൽ ഇരിക്കും. അപ്പോൾ ബിഗ് ബോസ് നെവിനോട് അല്പം മുമ്പ് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് നെവിൻ എന്താണ് പറഞ്ഞത്, അപ്പോൾ അങ്ങനെ പറഞ്ഞ് സാധാരണ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം സീസൺ 4 ആണെന്നുണ്ടെങ്കിൽ ജാസ്മിനൊക്കെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞിട്ട് എത്ര കൈയും കാലും പിടിച്ച് കഴിഞ്ഞിട്ടാണ് ജാസ്മിനെ ഇറക്കി വിട്ടത്. പക്ഷേ നെവിന് ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു. ഇതിപ്പം എന്നിട്ട് ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് ബിഗ് ബോസ് നെവിൻ്റെ അടുത്ത് പറയുക, ഇങ്ങനെ പറഞ്ഞു പറയിപ്പിക്കുക. നെവിന് പോകണമെന്നുള്ള രീതിയിലല്ല ഇത്, പക്ഷേ അത് പറഞ്ഞ് എന്താ പറഞ്ഞതെന്നുള്ളത് പറഞ്ഞു പറയിപ്പിച്ചിട്ട് എന്താ എനിക്ക് പോകണം, അപ്പം പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അന്നേരം അനുവിൻ പറയുന്നത് അനു ഫുൾ ഡ്രാമ ചെയ്യുകയാണ്, ടിഷ്യൂ പേപ്പർ മറ്റേ ആശ എടുത്തില്ലെങ്കിൽ എനിക്ക് എവിക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ തീരുമാനം അപ്പം ഞാൻ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ആ തീരുമാനിച്ച് ഉറച്ചു നിൽക്കുന്നു, അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോകാൻ ഫ്രണ്ടിലെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അതുവഴി പുറത്തു പോകാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. നൂറാണെങ്കിലും വീണ്ടും ഭയങ്കരമായിട്ട് നെവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നൂറ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, വല്ലാണ്ട് അങ്ങ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആണെങ്കിലും നെവിനാണെന്നുണ്ടെങ്കിൽ പോയി നെവിൻ്റെ ചെരുപ്പൊക്കെ എടുത്തിട്ട് പോകാൻ തയ്യാറായിരിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞു നെവിനോട് പറഞ്ഞ് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റിൽ നെവിനാണെങ്കിൽ തുറന്നു വെച്ച വാതിലൂടെ ഓടി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഒരാളുടെ ലൈഫ് അപ്പോൾ അപ്പാനെയാണെന്നുണ്ടെങ്കിൽ അനുവിനോട് നൂറയോട് പറയുന്നത് ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. അപ്പോൾ നൂറാണ് ഭയങ്കരമായിട്ടും ഒരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മര്യാദയ്ക്ക് പോകണം, അല്ലാതെ ഇവിടെ പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. മറ്റേ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഞങ്ങൾ വന്നിരിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അതൊക്കെയാണ് തോന്നുന്നു അവരെ പ്രൊവോക്ക് ആക്കിയത്. അല്ല, അവർ പ്രൊവോക്ക് ചെയ്ത സമയത്തൊന്നും നെവിൻ അത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ അത് കാരണം അവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രൊവോക്ക് ചെയ്താണ്. അപ്പോൾ അതിലെ അനുവിനോട് പറയുന്നുണ്ട്, അനു ഇപ്പോൾ ഇങ്ങനെ ഒളിച്ചിരുന്ന് നോക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നതെന്ന്, പോയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അവൻ പോയെന്ന് പറയുമ്പോൾ
ഇനിയാണ് ഇവരെല്ലാം പറയും ഞാൻ കാരണം പോയത്. അപ്പോൾ ആദിലനൂർ പറയും നീ കാരണമല്ല പോയത്, ഞങ്ങൾ ആദിലനൂറ കാരണം പോയതെന്ന് പറയാൻ. അതുപോലെ ഇനി അവൻ്റെ കാര്യം പറഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ആദില പറയുന്നുണ്ട്. നൂറ തന്നെ പറയുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, പ്രൊവോക്ക് എന്താ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്തിട്ട് വന്നു ഒന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല എന്ന്. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം അപ്പം നൂറ ഭയങ്കരമായിട്ടും ബാക്കി എല്ലാവരും ഇങ്ങനെ വന്ന് പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ ഇത് ചെയ്തതെന്നൊക്കെ ഉള്ള രീതി പറയുമ്പോൾ നൂറ പറയുന്നുണ്ട് എല്ലാവർക്കും അവന് രണ്ട് മുഖമുണ്ട്, ആരുടെ മെക്കിട്ട് ആരും എൻ്റെ മേലിലും മെക്കിട്ട് കയറാൻ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എല്ലാവർക്കും രണ്ട് മുഖമുണ്ട്, ഇവിടെ ഏത് ആർക്കും ഇല്ലാത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബർ പനിയുടെ മറ്റേ നടി എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നടിയാണ് എല്ലാത്തിനും കാരണം അനുവിനെ പറയുന്നത് ഒരു പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അക്ബർ എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് എന്തായാലും നവീൻ പോയതല്ലേ, അനുവിനെ ഒന്ന് തല്ലിയിട്ട് പോയായിരുന്നെങ്കിൽ അത്രയും സമാധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പം അനി എന്നിട്ട് ഒരു ക്യാമറയും കൂടെ സ്വന്തമായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നടന്നോളുമല്ലോ അനുവിനെ പറ്റി ഇതെല്ലാം പറയുന്നത്. അനു എന്നിട്ട് പിന്നെ ശൈത്യയോട് സംസാരിക്കുന്നുണ്ട്, ഒരു ചെക്കും ഇല്ല, ഞാൻ ഇവിടെ തൻ്റെ അടുത്തോട് നിൽക്കും, എനിക്ക് അങ്ങനെയുള്ള പേടിയല്ല, ഞാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ പിടിച്ച് നിൽക്കുമെന്നൊക്കെ അനു പറയുന്നുണ്ട്. പിന്നെ റെന അനുകൊണ്ടുള്ളൊരു ക്ലാഷാണ്. റെനയാണെങ്കിൽ കുറച്ചുകൂടെ ഫുഡ് തരാനൊക്കെ പറയാം. അപ്പോൾ അനു ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കുന്നില്ല. അപ്പം വിശക്കുമ്പോഴാണ് ഭക്ഷണം ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അതൊരു വലിയ പ്രശ്നമാകും. ഭക്ഷണത്തിന് ഭയങ്കര എൻ്റെ കാര്യത്തിൽ ഇത്ര വാശി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഭക്ഷണം കൊള്ളില്ല നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അതുകൊണ്ട്. അപ്പോൾ അപ്പാന് പറയുന്നുണ്ട് അനുമളെ ഉണ്ടാക്കി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയില്ല, ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് അനുമോൾ കൊടുക്കത്തില്ല. അപ്പം എന്നിട്ട് പിന്നെ ക്യാമറയോട് പറഞ്ഞു ഈ അനുവിൻ്റെ സ്വഭാവം ഒട്ടും കൊള്ളുന്നില്ല, ഇന്ന് ആഹാരത്തിന് പോലെ കണക്ക് പറയുന്നതാണ് അനുമോൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോൺസർ ടാസ്ക്കാണ്, സൺറിച്ചിൻ്റെ ടാസ്ക്കാണ്. ഒരു 3 ടീമായിട്ട് 2 ടീം പാചകം ചെയ്യണം, ഒരു ടീം അതിഥികളാണ്. അപ്പോൾ അവർ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതങ്ങനെ ഒരു വലിയ കാര്യമില്ല, അതങ്ങ് പോയി. പിന്നെ ലിവിംഗ് റൂമിൽ വേണ്ടിയിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അതായത് പണിപ്പുരയുന്നവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് സാധനം എല്ലാവർക്കും എടുക്കാൻ പറ്റും, അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് പണിപ്പുര കയറാൻ വേണ്ടി ഇവരെ നിൽക്കുകയാണ്. അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോകുന്നില്ല, മറ്റേ കഴിഞ്ഞ ദിവസം പണി കൊടുത്തായിരുന്നല്ലോ ഇതിൻ്റെ ഇതായിട്ട്, അപ്പോൾ അത് പണിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, റിവോഴ്സ് കോളേജ് അപ്ലൈ ചെയ്യുവാണ്, നിങ്ങളെല്ലാം പോയിക്കോ, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസ് പറയുന്നത് ഞാൻ മനസാക്ഷി ഇല്ലാത്തവനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും ഉവ്വേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോയി സാധനങ്ങളൊക്കെ അവനവൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്, എല്ലാവർക്കും ഡ്രസ്സും മറ്റേ ഇതെല്ലാം കിട്ടുന്നുണ്ട്, മേക്കപ്പ് ഐറ്റംസും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ വൈകിട്ട് രാത്രിയിൽ അക്ബർ ഒപ്പാനി എല്ലാം കഴിക്കും. അപ്പോൾ അക്ബർ പ്രൊവോക്ക് ചെയ്യാണ്, മനുഷ്യന്മാർ പ്രാഗി പുറത്താക്കുന്നത് അനുവിനെ കളിയാക്കിയാണ്. അപ്പോൾ അനു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അനു വന്നിട്ട് പറയാം നിനക്കൊക്കെ ദൈവം തരുവാടാ, ഞാനാണ് ശപിച്ചാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യനും അനു രാത്രി വീണ്ടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വന്നിട്ട് ആര്യനെ എഴുന്നേപ്പിക്കുന്നത്, എന്നിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ആര്യനെ എഴുന്നേപ്പിക്കുന്നത്, എൻ്റെ കിറ്റ് എടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ എന്നിട്ട് അപ്പാനെ വിളിച്ചുണർത്തുന്നു. ക്യാപ്റ്റനോട് എനിക്കിപ്പോൾ അറിയണം രാത്രി തന്നെ നീ എന്തിന് പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിസേൽ എന്തോ ചോദിച്ചപ്പോൾ ജിസേലിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എൻ്റെ കിറ്റ് എവിടെ പോയെന്ന് എനിക്ക് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അനു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ ഒരു മെയിൻ എപ്പിസോഡിൻ്റെ കണ്ടൻറ്റ്. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.